So next is the excretory system. The elimination of nitrogenous waste is carried out by well-developed excretory system. Nitrogenous waste പുറത്തേക്ക് വിടുന്നത് എലിമിനേറ്റ് ചെയ്യുന്നത് ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി സിസ്റ്റം വഴിയാണ്. ദ എക്സ്ക്രീറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് കിഡ്നീസ്, യുറീറ്റേഴ്സ്, ക്ലോവാക്ക ആൻഡ് യൂറിനറി ബ്ലാഡർ. ഇത്രയാണ് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലുള്ളത്. ദീസ് ആർ കോമ്പാക്ട് ആൻഡ് ഡാർക്ക് റെഡ് ആൻഡ് ബീൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് സിറ്റുവേറ്റഡ് a little posteriorly in the body cavity on both sides of vertebral column. Vertebral column രണ്ട് സൈഡിലായിട്ട് ആണ് ഈ ഒരു സ്ട്രക്ചേഴ്സ് എല്ലാം കാണുന്നത്. And they are compact, dark red and bean shaped. Okay. Each kidney is composed of several structures and functional units called uriniferous tubules or nephrons. അപ്പം ഈ കിഡ്നിയുടെ ഏറ്റവും സിംഗ്ലസ്റ്റ് യൂണിറ്റ് അഥവാ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് യൂറിനിഫെറസ് ട്യൂബ്യൂൾസ് ഓർ നെഫ്രോൺസ് ആണ്. Two ureters emerge from the kidneys in the male frogs. The ureters act as urinogenital duct which opens into the cloaca. മെയിൽ ഫ്രോഗിലാണെങ്കിൽ കിഡ്നിയിൽ നിന്ന് റൈസ് ചെയ്യുന്ന യുറീറ്റേഴ്സ് തന്നെയാണ് യൂറിനോജനൈറ്റൽ ഡക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് ക്ലോവാക്കയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. എന്നാൽ ഫീമെയിൽസിൽ യുറീറ്റേഴ്സും ഓവിഡക്റ്റും രണ്ടായിട്ടായിരിക്കും ക്ലോവാക്കയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ദറ്റ് ഈസ് ഇൻ ഫീമെയിൽസ് ദ യുറീറ്റേഴ്സ് ആൻഡ് ഓവിഡക്റ്റ് ഓപ്പൺ സെപ്പറേറ്റ്ലി ഇൻ ദ ക്ലോവാക്ക. ദ thin-walled urinary bladder is present ventral to the rectum which also opens into the cloaca. Thin-walled ആയിട്ടുള്ള യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത് രക്തത്തിൻ്റെ വെൻട്രൽ സൈഡിലായിട്ടായിരിക്കും കാണുന്നത്. അത് ക്ലോവാക്കയിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ദ ഫ്രോഗ് എക്സ്ക്രീറ്റ്സ് യൂറിയ ആൻഡ് ദസ് ഈസ് എ യൂറിയോടെലിക് ആനിമൽ. ഒരു യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഫ്രോഗ് ഈസ് എ യൂറിയോടെലിക് ആനിമൽ. അതായത് അത് എക്സ്ക്രീറ്റ് ചെയ്യുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിയ ആണ്. എക്സ്ക്രീറ്ററി വേസ്റ്റ് ആർ ക്യാരിഡ് ബൈ ബ്ലഡ് ഇൻ ടു ദ കിഡ്നി വേർ ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ആൻഡ് എക്സ്ക്രീറ്റഡ്. ഈ എക്സ്ക്രീറ്ററി വേസ്റ്റ് എങ്ങനെയാണ് ബ്ലഡിലൂടെയാണ് ക്യാരി ചെയ്ത് അങ്ങനെ കിഡ്നിയിൽ എത്തുന്നു. അവിടെ നിന്നാണ് സെപ്പറേറ്റ് ചെയ്യുന്നതും എക്സ്ക്രീറ്റ് ചെയ്യുന്നതും അല്ലേ. അങ്ങനെ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി സിസ്റ്റമാണ് ഫ്രോഗിന് ഉള്ളത്. ദ സിസ്റ്റം ഓഫ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഈസ് ഹൈലി ഇവോൾവ്ഡ് ഇൻ ദ ഫ്രോഗ്. It includes both neural system and endocrine system. Neural system and endocrine glands ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് അതിൻ്റെ റെസ്പോൺസുകൾ, അതായത് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് ദ ഫ്രോഗ് നടക്കുന്നത്. The chemical coordination of various organs of the body is achieved by hormones which are secreted by the endocrine glands. Endocrine glands ആണ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് കെമിക്കൽ കോർഡിനേഷൻ നടക്കുന്നത്. വേരിയസ് ഓർഗൻസ് തമ്മിലുള്ള കെമിക്കൽ കോർഡിനേഷൻ. ഓക്കെ. ദ പ്രോമിനൻറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഫൗണ്ട് ഇൻ ഫ്രോഗ് ആർ പിറ്റ്യൂട്ടറി, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, പിനിയൽ ബോഡി, പാൻക്രിയാറ്റിക് ഐലറ്റ്സ്, അഡ്രീനൽ ആൻഡ് ഗൊണാഡ്സ്. ഇത്രയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ ഫ്രോഗ്. ദ നെർവസ് സിസ്റ്റം ഈസ് ഓർഗനൈസ്ഡ് into central nervous system, that is brain and spinal cord, and peripheral nervous system, that is cranial and spinal nerves, and an autonomic nervous system, sympathetic and parasympathetic. So central nervous system മൂന്നായിട്ടുണ്ട്. സെൻട്രൽ nervous system, peripheral nervous system and autonomic nervous system. CNS-ലാണ് ബ്രെയിനും സ്പൈനൽ കോഡും ഉള്ളത്. പെരിഫറലിൽ ക്രേനിയൽ ആൻഡ് സ്പൈനൽ nerves ഉണ്ട്. ഓട്ടോണമിക് nervous systemത്തിലാണ് സിമ്പത്തറ്റിക് nervous system, പാരാസിമ്പത്തറ്റിക് nervous system ഉള്ളത്. But there are 10 pairs of cranial nerves arising from the brain. Brain is enclosed in a bony structure called brain box, that is cranium. So ബ്രെയിനിൽ നിന്ന് റേസ് ചെയ്യുന്ന 10 ക്രേനിയൽ നെർവുകൾ വേറെയുണ്ട്. ബ്രെയിൻ ബോക്സ് എന്ന് പറഞ്ഞ അഥവാ ക്രേനിയം എന്ന് വിളിക്കുന്ന ആ ഒരു ബോണി സ്ട്രക്ചറിലാണ് ബ്രെയിൻ ഉള്ളത്. ദ ബ്രെയിൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ ഇങ്ങനെ മൂന്നായിട്ടാണ് ബ്രെയിനിനെ തിരിച്ചിരിക്കുന്നത്. ഫോർ ബ്രെയിൻ ഇൻക്ലൂഡ്സ് ഓൾഫാക്ടറി ലോബ്, പെയർഡ് സെറിബ്രൽ ഹെമിസ്ഫിയർ ആൻഡ് അൺപെയർഡ് ഡയൻസെഫലോൺ. ഇത്രയാണ് ഫോർ ബ്രെയിനിലുള്ളത്. എന്നാൽ മിഡ് ബ്രെയിനിലോ, ദ മിഡ് ബ്രെയിൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ പെയർ ഓഫ് ഒപ്റ്റിക് ലോബ്. ഒപ്റ്റിക് ലോബ്സ് ഉള്ളതാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഹൈൻഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് സെറിബെല്ലം ആൻഡ് മെഡുല്ല ഒബ്ലോങ്കേട്ട. സോ സെറിബെല്ലവും മെഡുല്ല ഒബ്ലോങ്കേട്ടയും കൂടി ചേർന്നിട്ടാണ് ഹൈൻഡ് ബ്രെയിൻ ഉണ്ടായിരിക്കുന്നത്. And the medulla oblongata passes out through the foramen magnum and continues into spinal cord, which is enclosed in the vertebral column. So medulla oblongata continuation ആണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഫോറാമൻ ഓഫ് മാഗ്നം, ഫോറാമൻ മാഗ്നം എന്ന് പറഞ്ഞ ആ ഒരു ഹോളിലൂടെയാണ് ഇത് താഴേക്ക് പോകുന്നത്. അങ്ങനെ അത് സ്പൈനൽ കോഡായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ സ്പൈനൽ കോഡ് വെർട്ടബ്രൽ കോളത്തിനകത്താണ് ഇരിക്കുന്നത്. ഓക്കെ.
ദാറ്റ് ഈസ് നമ്മുടെ ഹ്യൂമൻ സ്ട്രക്ചറുമായിട്ട് നല്ല റിസംബിൾ ചെയ്യാൻ നമുക്ക് പറ്റും അല്ലേ. ഫ്രോഗ് ഹാസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസ് ഓർഗൻസ്, നെയിംലി organs of touch, sensory papillae, taste buds, smell, nasal epithelium, vision, eyes, and hearing tympanum with internal ears. ഇത്രയാണ് അതിൻ്റെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ടച്ചിന് വേണ്ടിയിട്ട് സെൻസറി പാപ്പില്ലയും ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, അതുപോലെ സ്മെല്ലിന് നെയ്സൽ എപ്പീത്തീലിയം ഉണ്ട്, വിഷന് നമ്മൾ ബൾജ്ഡ് ആയിട്ടുള്ള ഐസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഓൾസോ അതിനടുത്തായിട്ട് ടിംപാനം ഉണ്ട്, അതായത് ഹിയറിങ്ങിന് വേണ്ടിയിട്ട്. ആ ടിംപാനത്തിനകത്ത് ഇൻറ്റേർണൽ ഇയേഴ്സ് ഉണ്ട്. Out of these, eyes and internal ears are well organized structures and the rest are cellular aggregations around the nerve endings. എന്നാൽ സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഐസും ഇൻറ്റേർണൽ ഇയേഴ്സും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെല്ലുലാർ അഗ്രിഗേഷൻസ്, നെർവ് എൻഡിങ്സിൻ്റെ അറ്റത്തുള്ള സെല്ലുലാർ അഗ്രിഗേഷൻസ് മാത്രമാണ്. ഈ റിസെപ്റ്റേഴ്സ് ഉള്ള ഒരു അഗ്രിഗേഷനാണ്. Eyes in frog are a pair of spherical structures situated in the orbit in skull. These are simple eyes, that is possessing only one unit. Simple eyes ആണ്, compound eyes അല്ല. External ear is absent in frog and only tympanum can be seen externally. നമ്മുടെയൊക്കെ ശരീരത്തിൽ എങ്ങനെയാണ്, ചെവിയിൽ എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, നമുക്ക് ഇയർ പിന്നെയും ഒക്കെ ഉണ്ട്. ഇയർ എന്ന് പറഞ്ഞ സ്ട്രക്ചർ നമുക്ക് പുറത്തൂടെ കാണാൻ പറ്റും. എന്നാൽ നമുക്ക് ഫ്രോഗിൻ്റെ കേസിൽ എങ്ങനെയാണ്, ടിംപാനം മാത്രമേ പുറത്തൂടെ കാണാൻ പറ്റുന്നുള്ളൂ, അതായത് എക്സ്റ്റേണൽ ഇയർ ഇല്ല. ഓക്കെ, ദ ഇയർ ഈസ് ആൻ ഓർഗൻ ഓഫ് ഹിയറിംഗ് ആസ് വെൽ ആസ് ബാലൻസിങ്. നമ്മുടെ അതുപോലെ തന്നെ ബാലൻസിന് വേണ്ടിയിട്ടും ഇയർ സഹായിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ദ സെൻസ് ഓർഗൻസ്. നെക്സ്റ്റ് ഈസ് ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. Frogs have well organized male and female reproductive systems. Male reproductive organs consist of a pair of yellowish ovoid testes, which are found adhered to the upper part of the kidneys by a double fold of peritoneum called mesorchium. So yellowish ovoid testis ആണ് ഇതിനുള്ളത്. യെല്ലോയിഷ് കളറാണ്, ഓവോയിഡ് ഷേപ്പിലുള്ള ടെസ്റ്റിസ് ആണ് ഇതിനുള്ളത്. ആൻഡ് ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് ബോഡിയുടെ കിഡ്നിയുടെ അപ്പർ പാർട്ടിലായിട്ടായിരിക്കും. ആൻഡ് ഡബിൾ ഫോൾഡ് ഓഫ് പെരിറ്റോണിയം അതിനിടയിലാണുള്ളത്. അതിനെയാണ് മീസോർക്കിയം എന്ന് പറയുന്നത്. അതായത് ദിസ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ദാറ്റ് ഈസ് ടെസ്റ്റിസ് ഇൻ ഫ്രോഗ് ഈസ് ഫൗണ്ട് ഇൻ ദ മീസോർക്കിയം. Vasa efferentia are 10 to 12 in number that arise from the testis. 10 മുതൽ 12 നമ്പറാണ് വാസ എഫറൻഷ്യ ഈ ടെസ്റ്റിൽസ് നിന്ന് അറൈസ് ചെയ്യുന്നത്. ദേ എൻ്റർ ദ കിഡ്നീസ് ഫ്രം ദെയർ സൈഡ് ആൻഡ് ഓപ്പൺ ഇൻ ടു ബിഡേഴ്സ് കനാൽ. കിഡ്നിയിലേക്കാണത് എൻ്റർ ചെയ്യുന്നത്, എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുന്നത് ബിഡേഴ്സ് കനാലിലേക്കാണ്. ഫൈനലി ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ യൂറിനോജനൈറ്റൽ ഡക്ട്. Communicates with the urinogenital duct that comes out of the kidneys and opens into the cloaca. അപ്പോൾ കിഡ്നിയിൽ നിന്ന് വരുന്ന ആ ഒരു യൂറിനോജനൈറ്റൽ ട്രാക്റ്റിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് അവസാനം ക്ലോവാക്കയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ദ ക്ലോവാക്ക ഈസ് എ സ്മോൾ മീഡിയം ചേംബർ ദാറ്റ് ഈസ് യൂസ് ടു പാസ് ഫീക്കൽ മാറ്റർ, യൂറിൻ ആൻഡ് സ്പേംസ് ടു ദ എക്സ്റ്റീരിയർ. സോ ഒരൊറ്റ എക്സ്റ്റീരിയർ ഓപ്പണിംഗ് മാത്രമേ ഇതിനുള്ളൂ. അതാണ് ക്ലോവാക്ക എന്ന് പറയുന്നത്. ഈ ക്ലോവാക്ക തന്നെയാണ് ഇതിൻ്റെ ഫീക്കൽ മാറ്റർ പാസ് ചെയ്യാനും യൂറിൻ പാസ് ചെയ്യാനും അതുപോലെ സ്പേംസിനെ പുറത്തേക്ക് വിടാനായിട്ടും ഉള്ള ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത്. വേറൊരു ഓപ്പണിങ്ങും ഫ്രോഗിൽ ഇല്ല. നമുക്ക് ആ So this is the figure of male reproductive system. Here we can see the testis. അതിനോട് ചേർന്ന് അഡ്രിനൽ ഗ്ലാൻഡ് നമുക്ക് കാണാം. ആൻഡ് കിഡ്നിയിൽ നിന്ന് റൈസ് ചെയ്യുന്ന യൂറിനോജനൈറ്റൽ ഡക്റ്റ് കാണാം. അതിലേക്ക് തന്നെയാണ് നമ്മുടെ ഈ ടെസ്റ്റിസിൽ നിന്ന് റൈസ് ചെയ്യുന്ന വാസ എഫറൻഷ്യ വന്ന് കണക്ട് ചെയ്യുന്നതും. അങ്ങനെ അത് അവസാനം യൂറിനോജനൈറ്റൽ ട്രാക്റ്റ് ക്ലോവാക്കയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ദാറ്റ് ഇസ് ക്ലോവാക്കൽ അപ്പർച്ചർ ഈസ് ഹിയർ. യൂറിനറി ബ്ലാഡറും അതുപോലെ ഫീക്കൽ മാറ്ററിൻ്റെ നമ്മുടെ ഇൻറ്റസ്റ്റൈനും ഓപ്പൺ ചെയ്യുന്നത് ക്ലോവാക്കയിലേക്കാണ്. So that's about the male reproductive system in frog. The female reproductive system. The female reproductive organs include a pair of ovaries. A pair of ovaries ഉണ്ട്. The ovaries are situated near kidneys and there is no functional connection with kidney. മെയിലെ പോലെ കിഡ്നിയുമായിട്ട് ഇതിന് ഒരു കണക്ഷനും ഇല്ല. A pair of oviduct arising from the ovaries open in the cloaca separately. ഓവറിയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഓവിഡക്റ്റുകൾ എന്നിട്ട് ക്ലോവാക്കയിലേക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. യൂറിനോജനൈറ്റൽ ട്രാക്റ്റ് ഒന്നുമില്ല. എ മെച്വർ ഫീമെയിൽ ക്യാൻ ലേ 2500 to 3000 ഓവ അറ്റ് എ ടൈം. ഒരൊറ്റ ടൈമിൽ തന്നെ ഒരു ഫീമെയിൽ
മെച്ചുവർ ആയിട്ടുള്ളൊരു ഫീമെയിൽ ഫ്രോഗിന് 2500 മുതൽ 3000 ഓവ വരെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻഡ് ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ വാട്ടർ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. അതായത് ഫെർട്ടിലൈസേഷൻ ഈസ് നോട്ട് ഒക്കറിങ് ഇൻസൈഡ് ദാറ്റ് ഫീമെയിൽ ബോഡി. പകരം രണ്ടും സ്പേമും ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത്, ഫെർട്ടിലൈസ് ചെയ്യുന്നത് ബോഡിയുടെ വെളിയിലാണ്. ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഇൻവോൾവ്സ് ലാർവൽ സ്റ്റേജ് കോൾഡ് ടാഡ്പോൾ. ടാഡ്പോൾ അണ്ടർഗോസ് മെറ്റമോർഫോസിസ് ടു ഫോം അഡൽട്ട്. സോ ഇത് ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് അല്ല, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് അതിൻ്റെ ആ ഒരു ഫെർട്ടിലൈസ് ചെയ്ത എംബ്രിയോ വളർന്ന് ലാർവ എന്ന് പറഞ്ഞ സ്റ്റേജ് ഉണ്ടാവും. ആ ലാർവൽ സ്റ്റേജ് വളർന്നിട്ടാണ് അഡൽട്ട് ഉണ്ടാവുന്നത്. ഈ ലാർവൽ സ്റ്റേജിനെ നമ്മൾ ടാഡ്പോൾ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ വാൽമാക്രി എന്ന് പറയുന്നത്? അത് തന്നെയാണ് ഈ ടാഡ്പോൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ലാർവൽ സ്റ്റേജ് ഓഫ് ഫ്രോഗ്. ഓക്കെ, ആൻഡ് ദിസ് ടാഡ്പോളിന് മെറ്റാമോർഫോസിസ് സംഭവിച്ചിട്ടാണ് അത് അഡൽട്ടായിട്ട് മാറുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫിഗർ നമുക്ക് കാണാം. 2 ഓവറീസ് ഉണ്ട്. ആ ഓവറീസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത ആ ഓവറീസിൽ നിന്ന് അകത്ത് ഓവയുടെ ഒരു സീക്വൻസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് റേസ് ചെയ്യുന്നതാണ് ഓവിഡക്റ്റ്. ആ ഓവിഡക്റ്റ് നേരെ ക്ലോവാക്കിയിലേക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ക്ലോവാക്കൽ അപ്പേഴ്സർ വഴി അത് പുറത്തേക്ക് വരുന്നു. ഇവിടെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ദാറ്റ് ഇസ് എ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ frog. Frogs are beneficial for mankind because they eat insects and protect the crop. ഈ ഫ്രോഗ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഇൻസെക്റ്റുകളെയൊക്കെ പിടിച്ചു തിന്നും. ഈ ഇൻസെക്റ്റുകൾ ദാറ്റ് ഈസ് ചിലപ്പോൾ ആ ഇൻസെക്റ്റുകൾ നമ്മുടെ ക്രോപ്പിനെ നശിപ്പിക്കുന്ന ഇൻസെക്റ്റുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രോപ്പിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഫ്രോഗ്സ് മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ് ബിക്കോസ് ദീസ് സെർവ് as an important link in food chain and food web in the ecosystem. In some countries, the muscular legs of frogs are used for food by man. So ഫുഡ് ചെയിനിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഫ്രോഗ് എന്ന് പറയുന്നത്. നമ്മൾ ഫുഡ് ചെയിൻ പഠിക്കുമ്പോൾ തന്നെ ഫ്രോഗ്, ചെറിയ ഇൻസെക്റ്റിൻ്റെ ഫ്രോഗ് കഴിച്ചു, ഫ്രോഗിനെ പാമ്പ് തിന്നു, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ നമ്മൾ കൊച്ചിലെ ഫുഡ് ചെയിൻ പഠിച്ചത് തന്നെ. അപ്പോൾ ആ ഫുഡ് ചെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര അധികം എക്കോളജിക്കൽ ഇംബാലൻസ് വരും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കണ്ണിയാണ് ആരെന്ന് പറയുന്നത്? ഫ്രോഗ്. സോ ഫ്രോഗ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എക്കോളജിക്കൽ ബാലൻസ്. ചില രാജ്യങ്ങളിൽ, ഇന്ത്യയിലും ഉണ്ട്, ഫുഡായിട്ട് കഴിക്കും അല്ലേ ഫ്രോഗിൻ്റെ ആ ലെഗ്സ് എന്ന് പറയുന്നത് ഭയങ്കര മസ്കുലറാണ്. ആ മസിൽസ് ഭയങ്കര ടേസ്റ്റിയാണ്. വളരെ പല അസുഖങ്ങൾക്കുമൊക്കെ നല്ല പല അസുഖങ്ങളും മാറാൻ ഇത് കഴിക്കുന്നു എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡായിട്ട് ഉപയോഗിച്ച് ഇതിന് ഒരു എക്സ്റ്റൻഷൻ വരുന്ന ആ ഒരു ത്രെട്ടിൽ കൂടെയാണ് ഈ ഫ്രോഗ് എങ്കിലും ഫ്രോഗ് ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജീവിയാണ്. നമ്മളിപ്പോൾ ഫ്രോഗിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചല്ലേ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നമ്മൾ ശരിക്കും പഠിക്കാൻ. പിന്നെ ഈ സമ്മറി ഒന്ന് വായിക്കുമ്പോൾ ജസ്റ്റ് ഈ ചാപ്റ്ററിലൂടെ മൊത്തത്തിൽ നമുക്കൊന്ന് പോയ ഒരു ഫീല് കിട്ടും. അതൊന്ന് വായിച്ച് നോക്കുക, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഫ്രോഗ്. ആൻഡ് ഓൾസോ ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ദാറ്റ് ഈസ് എ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. നല്ലൊരു ചാപ്റ്റർ ആയിരുന്നല്ലേ. ഒത്തിരി വലുതായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇങ്ങനെ സിമ്പിളാണ്. നമ്മളത് പാർട്സായിട്ട് പഠിച്ചാൽ മതി. ആദ്യം നമ്മൾ ആനിമൽ ടിഷ്യൂസ് കണ്ടു. അതിൽ 4 ടൈപ്പ് ടിഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, ആൻഡ് ദെൻ മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. അത് രണ്ടും നമ്മൾ പഠിച്ചു അല്ലേ. അതെല്ലാം പഠിച്ചു നമ്മൾ. അതിനുശേഷം നമ്മൾ ഓർഗൻ സിസ്റ്റം, ആ സെൽസിൽ നിന്നും ടിഷ്യൂസിലേക്ക് എത്തി. നമ്മൾ ആ ടിഷ്യൂസ് ചേർന്ന ഓർഗൻസ് ഉണ്ടായി എന്ന് മനസ്സിലായി. ഓർഗൻസിൽ നിന്ന് ഓർഗൻ സിസ്റ്റംസ്. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ ഓർഗാനിസത്തിലേക്ക് കടന്നു. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എർത്ത് ആയിരുന്നു. എർത്ത് മോർഫോളജിയും അതിൽ മെറ്റാമിയസ് എല്ലാം കണ്ടില്ലേ. അനാട്ടമിയും പഠിച്ചു. അതിലെ ഓരോ സിസ്റ്റംസ് ഒക്കെ എങ്ങനെയാണെന്ന് പഠിച്ചു. ഈ ഫിഗേഴ്സ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെഗ്മെൻറ്റിലും ഓരോന്ന് ഉണ്ട്. ഇപ്പോൾ ലാറ്ററൽ ഹാർട്ട്സ് ഏത് സെഗ്മെൻറ്റ്സിലാണ്, ലാറ്ററൽ ഈസോഫാഗിയൽ ഹാർട്ട്സ് ഏത് സെഗ്മെൻറ്റിലാണ്, അങ്ങനെ ചോദിക്കാം. അപ്പോൾ അത് ഈ പിക്ചറൊക്കെ നോക്കി നന്നായിട്ട് പഠിക്കണം. എത്ര ടൈപ്പ് നെഫ്രീഡിയ ഉണ്ട്, നല്ല ക്വസ്റ്റ്യൻ അല്ലേ, അതൊക്കെ പഠിക്കാം. സോ അതിനുശേഷം നമ്മൾ കോക്രോച്ച് പഠിച്ചു. കോക്രോച്ച് എന്ന് പറയുന്നത് പെരിപ്ലനേറ്റ അമേരിക്കാന. അതിൽ അതിൻ്റെ മോർഫോളജി പഠിച്ചു. ആൻഡ് അതിൻ്റെ ആ മൗത്ത് പാർട്സ് ഒക്കെ നമ്മൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫിഗേഴ്സ് എല്ലാം നോക്കി വെക്കുക, വരച്ച് തന്നെ പഠിക്കണം. ദെൻ അതിൻ്റെ അനാട്ടമിയിൽ വന്നപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഈ ഫിഗറൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം. ദെൻ സർക്കുലേറ്ററി സിസ്റ്റം കണ്ടു. അങ്ങനെ അതിൻ്റെ എല്ലാ സിസ്റ്റത്തിലൂടെ നമ്മൾ പാസ് ചെയ്തു. ഇതാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കോക്രോച്ചിലെ. ദെൻ നമ്മൾ ഇപ്പം കണ്ടു ഫ്രോഗ് അല്ലേ. ഫ്രോഗും വളരെ സിമ്പിളായിട്ടൊരു പോർഷനാണ്. മോർഫോളജി ആൻഡ് അനാട്ടമി നല്ലതായിട്ട് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റവും വാസ്കുലാർ സിസ്റ്റവും ഒക്കെ നമ്മൾ പറഞ്ഞു. യൂരിയോറ്റെലിക് ആനിമൽസ് ആണ്, യൂറിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം.
വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അത് പറഞ്ഞു. ഭയങ്കര അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസും പറഞ്ഞു. അതിൻ്റെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റ്. സോ ദാറ്റ്സ് അബൌട്ട് ദിസ് ചാപ്റ്റർ, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. നന്നായിട്ട് പഠിക്കണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. ഇതിൽ നിന്ന് വളരെയധികം ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻട്രൻസിന് ചോദിക്കും. ഇതിലെ എല്ലാ സെൻറ്റൻസും എല്ലാ ഫിഗറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കണം. വീണ്ടും റിവൈസ് ചെയ്യണം. റിവിഷൻ ഈസ് ദ ബെസ്റ്റ് തിങ് ടു സ്റ്റഡി. ഓക്കെ, നമ്മളൊരു സംഭവം പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് മറന്നു പോകാം, സ്വാഭാവികമാണത്, മറക്കും. എന്നാൽ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും. എന്നിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ പിന്നെയും ഓർത്ത് വെക്കും. ഒരിക്കലും മറക്കില്ല ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നെവർ ലൂസ് ഹോപ്പ്. ഓക്കെ, ബൈ ആൻഡ് താങ്ക് യു.